ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. മൈ നെയിം ഈസ് ബിനു. നിങ്ങളുടെ അവസ്ഥ ഏകദേശം എനിക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ള കാര്യം, ഞാൻ ഈ പേജിലൂടെയൊക്കെ കടന്നു പോയതാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ ഏകദേശം ഞാൻ പറഞ്ഞുതരാം. നാട്ടിൽ നിന്ന് ജോബന്വേഷിച്ച് വന്നിട്ട് കുറച്ച് ദിവസമായി. എല്ലായിടത്തും ഇമെയിൽ അയച്ചു, എല്ലാവരെയും കോൺടാക്ട് ചെയ്തു, ഒരു റെസ്പോൺസും ഇല്ല. നാട്ടിൽ നിന്നാണെങ്കിൽ ഒരുപാട് കോൾസ്, വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ജോബായോ എന്നുള്ള ടെൻഷൻ. വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഇനി ചിലരാണെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു ടെൻഷനിലാണ്. ഇനി വന്നിട്ട് എങ്ങനെയാണെന്നുള്ള കുറച്ച് ആവലതകളും എല്ലാ മെസ്സേജസും പോയി വായിച്ചാൽ ഓൾറെഡി ടെൻഷനായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ചിലരാണെങ്കിൽ വന്നിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നവരായിരിക്കും. ഒരു ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടാത്ത ആൾക്കാരും ചിലപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ടാവും. ഇനി നിങ്ങളുടെ ഏകദേശം ഡേ എനിക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ലേറ്റായിട്ട് ഉറങ്ങുക, ഒരു 3 മണി വരെ മാക്സിമം മെയിൽസ് കാര്യങ്ങളൊക്കെ അയക്കുക, എന്നിട്ട് ഉറങ്ങുക. രാവിലെ ഒരു 11:30 എണീക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ചൂട് കാരണം പുറത്തിറങ്ങാൻ പോകാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇമെയിൽസ്, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. ഹോളിഡേയ്സ് വന്നതിൻ്റെ ഇടയിൽ അങ്ങനെ കുറച്ച് ദിവസം നഷ്ടപ്പെടുന്നു. അങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ടൈം. ചുറ്റുമുള്ള ആൾക്കാർ നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആൾക്കാർ. ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു കാര്യം ഞാൻ ആദ്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ റംസാൻ ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ മൂവ് ചെയ്യുന്ന ഫേസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് സാധാരണ UAE ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നൊരു ടൈം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അതിനെക്കുറിച്ച് വറീഡാവേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഓപ്പണിംഗ് ഉണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇമെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ മാത്രമൊന്നും ജോബ് കണ്ടെത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റെഫറൻസ് വേണം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇനി ആ റെഫറൻസ് എങ്ങനെ നേടിയെടുക്കും? എനിക്ക് പരിചയമുള്ള ആരുമില്ല, എൻ്റെ ബന്ധത്തിലുള്ള ആരും വർക്ക് ചെയ്യുന്നില്ല, ഞാനിവിടെ പുതിയ ആളാണ്, വിസിറ്റിൽ വന്നതാണ്, എനിക്ക് ആരെയും പരിചയമില്ല, ഞാൻ എങ്ങനെയൊരു റെഫറൻസ് കണ്ടെത്തും? 2, നമുക്ക് ഏത് പൊസിഷൻസിലുള്ള ജോബ്, നമുക്ക് ഏതാണോ ജോബ് അതുമായിട്ട് ബന്ധപ്പെട്ട സെയിം പൊസിഷനിലുള്ള ജോബ് എങ്ങനെ കണ്ടെത്തും? നാട്ടിൽ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ ഇവിടെ വന്ന് സെയിൽസ് വർക്ക് ചെയ്യുന്നു, നാട്ടിൽ അക്കൗണ്ടൻ്റായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ടെലികോളിങ്ങിൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 1-2 പോയിന്റ് ക്ലിയർ ആയിട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഏത് കോണ്ടാക്ട്സ് ആയിക്കോട്ടെ, എവറി കോണ്ടാക്ട്സ്, നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പേഴ്സ് എന്ത് കിട്ടിയാലും നേരിട്ട് പോയിട്ട് മീറ്റ് ചെയ്യാം, നേരിട്ട് CV ഹാൻഡ് ഓവർ ചെയ്യാം. ഒരിക്കലും ഒരു ഫോണിലൂടെ വിളിച്ചിട്ട് ജോബ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. നേരിട്ട് ഒരു വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്കൊരു ടൈം താ, ഞാൻ വന്ന് മീറ്റ് ചെയ്യാം, ഇന്ന ആവശ്യത്തിന് വന്നതാണ്, നേരിട്ട് പോവുക, CV കൊടുക്കുക, കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടാക്കാനാണ്. അതായത് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ എഫേർട്ട് ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനം ചെയ്തു. നിങ്ങൾ ചെറിയ കാര്യമായിട്ട് എടുക്കരുത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം. ഇത് ചുമ്മാ ഗൂഗിൾ നോക്കിയിട്ട് പറഞ്ഞു സംസാരിക്കുന്ന കാര്യമില്ല, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു ആളെ നിങ്ങൾക്ക് ആരൊക്കെ കോണ്ടാക്ട് ഉണ്ടോ അവരൊക്കെ നേരിട്ട് പോവുക, മീറ്റ് ചെയ്യുക, എന്നിട്ട് CV ഹാൻഡ് ഓവർ ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് കോൾസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു ചോദിക്കാം, ഞാൻ CV കൊണ്ട് തന്നായിരുന്നു, എന്തായി, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതൊന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നോർമലി അയക്കുന്ന ഇമെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി അയക്കുന്നുണ്ടാവുമല്ലോ, അതിലെ സാധാരണ അയക്കുന്ന ഇമെയിൽസ് ഒന്നും നമ്മൾ ഏത് കമ്പനിയിലേക്കാണ് അയക്കുന്നത്, അപ്പോൾ അതിലൊരു ഡൊമൈൻ ഉണ്ടാവുമല്ലോ, ആ ഡൊമൈൻ കമ്പനിയിലേക്ക് ഡയറക്റ്റ് വാക്കിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. വളരെ റെയറസ്റ്റ് ആയിട്ടായിരിക്കും ഇമെയിൽസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തവർ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ, നിങ്ങളെ വിഷൻ എന്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് ചാൻസ് കിട്ടും. ഇനി പോകുന്നതിന് മുന്നേ ആ പർട്ടിക്കുലർ കമ്പനിയിൽ ഏതെങ്കിലും കോൺടാക്ട്സ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് റെഫറൻസ് വഴി നിങ്ങൾക്ക് അവിടുത്തെ ജോബ് ഉറപ്പിക്കാവുന്നതാണ്. അതായത് ഞാനിപ്പോൾ ഒരു കമ്പനി വർക്ക് ചെയ്യാണ്, അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നെ കോൺടാക്ട് ചെയ്യുന്നു, എന്നോട് പറയുന്നു ഇതുപോലെ എൻ്റെ ഇൻ്റർവ്യൂ ഈ കമ്പനിയിലുണ്ടായിരുന്നു, കഴിഞ്ഞു. എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, അപ്പോൾ
ഞാൻ പോയിട്ട് അന്വേഷിക്കുകയാണ്, അതായത് ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്നില്ല, എന്തായി, അപ്പോൾ എന്താ സ്റ്റാറ്റസ്, കാര്യങ്ങളൊക്കെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഇവരെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ജോലി ചിലപ്പോൾ ഇവരൊരു 2 പേരെ എടുത്ത് വെച്ചിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരാൾ, ഒരല്ലാത്ത ഒരാൾ. തീർച്ചയായിട്ടും എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് അവർ പരിഗണന കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം കമ്പനീസ് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 വീക്ക് കഴിഞ്ഞ് ആ കമ്പനിയിലേക്ക് കോൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യണം. പലർക്ക് ഏതൊക്കെ കമ്പനി പോയെന്ന് അറിയില്ല. മുന്നേ വിളിച്ച നമ്പേഴ്സ് ചിലപ്പം സേവ് ചെയ്തിട്ടുണ്ടാവില്ല, ആ കമ്പനിയുടെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് പ്രതീക്ഷയില്ലാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, ഫസ്റ്റ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം മെൻഷൻ ചെയ്യുക. ഇപ്പോഴും ആൾക്കാർ എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ആദ്യം വെക്കുന്നുണ്ട്, അത് ഒഴിവാക്കുക. ഓരോ സി വിയും ഓരോ ജോബിനും എഡിറ്റ് ചെയ്ത് വേണം കൊടുക്കുക. നിങ്ങൾ വെറുതെ ഒരു സി വി തന്നെ കൊണ്ടുവന്ന് എല്ലാവരും കൊടുക്കരുത്. ഒരിക്കലും ഒരു അക്കൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ പോയിട്ട് സെയിൽസ് ഇൻ്റർവ്യൂവിന് ഈ സെയിം സി വി കൊടുക്കരുത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും സെയിൽസിലേക്ക് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് കോൾ വന്നാൽ ഒരിക്കലും അവിടെ പോയിട്ട് അക്കൗണ്ടൻറ്റിൻ്റെ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കരുത്. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് ആ സി വി എഡിറ്റ് ചെയ്ത് സെയിൽസിന് വേണ്ടിയിട്ട് മോൾഡ് ചെയ്തിട്ട് നിങ്ങൾ ആ സി വി വേണം കൊടുത്തിട്ട് സെയിൽസിന് വേണ്ടി തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഏത് പോസ്റ്റാണോ ആ പോസ്റ്റിന് വേണ്ടി തന്നെ സി വി പ്രിപ്പയർ ചെയ്യണം, അതിനു വേണ്ടി തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ അവർ ഹയർ ചെയ്യുള്ളൂ. ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ പോകുന്ന എല്ലായിടത്തും ഇൻ്റർവ്യൂ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പാക്കേജ് പറയുന്നുണ്ടാവും. നമ്മൾ എക്സ്പെക്ടേഷൻ ഒരു 5,000 dirhams ആയിരിക്കും, ചിലപ്പോൾ അവർ പറയുന്ന ഒരു 3,000 dirhams ആയിരിക്കും. ഒരിക്കലും ആ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ ഡിസഗ്രി ചെയ്യരുത്. കാരണം വേറെ ഒരാൾ വന്നിട്ട് അതേ പോസ്റ്റിലേക്ക് ഈ പറഞ്ഞ 3,000 എഗ്രി ചെയ്ത് ലെറ്റർ വാങ്ങിച്ചു പോകും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. ഫൈനൽ കോൾ നിങ്ങളുടേതാണ്. നിങ്ങൾ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം, പിന്നെയും കുറേ പ്രോസസ്സ് ഉണ്ട്. അവിടെ വെച്ച് ബാക്ക് ഔട്ട് ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിങ്ങൾ 100% ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് വില്ലിങ് ആണെന്ന് പറഞ്ഞ് ആ ലെറ്റർ കളക്ട് ചെയ്യാം. കാരണം നാളെ ഒരു സമയത്ത് നിങ്ങൾക്ക് വേറൊരു ജോബും നിങ്ങളുടെ ഇതിനനുസരിച്ച് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടൈം ബീങ്ങിൽ ഇതിൽ ജോയിൻ ചെയ്യാം. ആഫ്റ്റർ 1 year 2 years നിങ്ങൾക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ വിസ കാലയളവ് കാര്യങ്ങൾ മൊത്തം കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഐഡിയൽ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനി എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞാൽ, സ്വന്തമായിട്ട് പുറത്തിറങ്ങി ഓരോ ആൾക്കാരെയും കണ്ട് ഓരോ റെഫറൻസും എടുത്ത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ജോലി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവണം. ഇനി ഈ പറഞ്ഞതൊന്നും അത്ര പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ഭയങ്കര ചലഞ്ചിങ് ആണ്, പുതിയ സ്ഥലമാണ്, നമുക്ക് ആളെ പരിചയമില്ല, ഒരുപാട് കണക്ഷൻസും കോൺടാക്ട്സും ഒക്കെ കിട്ടും. മേ ബി റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത്, പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കോൺടാക്ട്സും കിട്ടും. അവർക്ക് ചിലപ്പം കമ്പനീസിൽ നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് ഒരാളെ ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം എന്നോട് ചോദിച്ചാൽ എൻ്റെ കമ്പനിയിൽ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും എന്ന് പറയുന്ന പോലെ ഓരോ വ്യക്തികളും കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യാൻ പറ്റും. സോ എവറി കോൺടാക്ട്സ്, എവറി ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാം. അപ്പോൾ കഴിവതും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസ്, കാര്യങ്ങൾ, ബുദ്ധിമുട്ടാണ്, അതാണ് ഇതാണ് ഒക്കെ കേൾക്കും. അതെല്ലാം ഒഴിവാക്കുക. വളരെ പോസിറ്റീവായിട്ട് എന്നും രാവിലെ കറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകുന്നത് പോലെ പുറത്തിറങ്ങുക, പുറത്ത് തന്നെ നിൽക്കുക, എല്ലാവരെയും മീറ്റ് ചെയ്യുക, തേടി പോവുക, ഇൻ്റർവ്യൂസൊക്കെ ട്രൈ ചെയ്യുക, മെയിൽസൊക്കെ അയക്കുക, ഒക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 100% ഞാൻ പറയുന്നു, എൻ്റെ അറിവിൽ ജോലി കിട്ടാതെ പോയ ആൾക്കാർ വളരെ കുറവാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി നമുക്ക് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സിമ്പിളായിട്ട് 1 ഡേയിലൊക്കെ ജോബ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങളുടെ പരിമിതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പുതിയ സെഗ്മെൻ്റാണ്, പുതിയ മേഖലയാണ്, അതുപോലെ തന്നെ പുതിയ അനുഭവങ്ങളാണ്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നിനും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 3 മണിക്കൂർ സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്, വളരെ ക്ലിയർ കട്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് ഞാൻ പറയാം, എല്ലാ ജോബിനും അതിൻ്റേതായ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ബ്ലൈൻഡായിട്ട് പോയിട്ട്
ഏതെങ്കിലും ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഓരോ ജോബിനും ഓരോ രീതിയിൽ വേണം അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് ഇതിൽ മെൻഷൻ ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഏത് രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യണം, അതായത് ഒരു ഫാർമസിസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സെയിൽസ് ഓഫീസർ എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡ്രൈവറായിട്ടുള്ളവർ എങ്ങനെയാണ്, അല്ലെങ്കിൽ BA പഠിച്ച ആൾക്കാർ എങ്ങനെയാണ് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഒരിക്കലും എല്ലാം ഒരുപോലെയല്ല പബ്ലിഷ് ചെയ്യുന്നത്, ഒരുപോലെയല്ല ഓപ്പണിങ്ങിനെ കുറിച്ച് അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരൊറ്റ വേക്കൻസി ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് സെയിൽസ് സ്റ്റാഫാണെങ്കിൽ ചിലപ്പോൾ 20 പേരെ ഹയർ ചെയ്യുന്നുണ്ടാവും. രണ്ടിൻ്റെയും 2 രീതിയിലാണ് പോകേണ്ടത്. അപ്പോൾ അതറിയാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ എഴുതി ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ചിലപ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും.